ഖജുറാഹോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ഓട്ടോയിൽ ഒരു 10 മിനിറ്റുള്ളിൽ വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിലെത്താനാകും. ഓട്ടോ ചാർജ് ഏകദേശം 100 രൂപ. 500 രൂപ എന്നാൽ മുഴുവൻ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾ കാണിക്കാമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷക്കാർ വീണ്ടും വീണ്ടും പറയും. വീഴരുത്, കാരണം ഈ ക്ഷേത്രങ്ങൾ വളരെ സമയമെടുത്ത് കാണേണ്ടതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു ദിവസമാകാം, 2 ദിവസമാകാം, വേണമെങ്കിൽ അതിൽ കൂടുതലും ആവാം. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ധൃതി കൂട്ടരുത്. അങ്ങനെ ചൗസാത്ത് യോഗിനി ടെമ്പിൾ കുറച്ച് നേരെ ഖണ്ഡാരിയ ക്ഷേത്രത്തിലേക്ക്. സത്യം പറയാലോ, ഒരു ഉറുമ്പിൻ്റെ വലിപ്പത്തിലാവും ഇതിൻ്റെ മുന്നിൽ നമ്മൾ. ഒരു യമണ്ടൻ ക്ഷേത്രം, 1 ഇഞ്ച് വെറുതെ വിടാതെ ഗംഭീരമായ കൊത്തുപണികൾ. 100% ഞാൻ തറപ്പിച്ചു പറയുന്നു, കുറേ നിമിഷത്തേക്കെങ്കിലും നിങ്ങളുടെ മനസ്സ് പറന്ന് അപ്രത്യക്ഷമാകും. അതിനൊക്കെ എന്തൊക്കെയോ ഇവിടെയുണ്ട്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ ആത്മീയതയിലേക്കുള്ള യാത്ര ലൗകികതയെ അറിഞ്ഞു പോകേണ്ട ഒന്നും ഉപേക്ഷിച്ചു പോകേണ്ടവയല്ല. ഇവിടുത്തെ ശില്പങ്ങൾ യാഥാർത്ഥ്യത്തെ ചിത്രീകരിക്കുന്നവയാണ്. ഖണ്ഡാരിയ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചത് ധംഗദേവ് രാജാവാണ്. ലോക സൃഷ്ടിയുടെ പുരാണ ഉറവിടമായ മേരു പർവ്വതത്തിൻ്റെ പ്രതീകമായി കുത്തനെയുള്ള പർവ്വതത്തിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം. സമൃദ്ധമായി അലങ്കരിച്ചിരിക്കുന്ന മേൽക്കൂരകൾ. കന്ദാര എന്നാൽ ഗുഹ, കന്ദാരിയ എന്നാൽ ഗുഹകളുടെ ദേവൻ. ദേവന്മാരിൽ പരമോന്നതനായ ദേവൻ ശിവൻ, മഹാദേവൻ. മണൽക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം. കല്ലുകൾ ഒരുമിച്ച് ചേർത്ത് ഗുരുത്വാകർഷണത്താൽ പ്രത്യേക സ്ഥാനത്ത് പിടിച്ച് കൃത്യമായ കണക്കോടെ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം. കാട് പിടിച്ചു മറഞ്ഞു കിടന്നിരുന്ന ഈ ക്ഷേത്രങ്ങൾ കണ്ടെത്തിയത് 1838 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനിക ഉദ്യോഗസ്ഥനായ TS ഭട്ട്. ഇദ്ദേഹം യാദൃച്ഛ്യമായി ഈ ക്ഷേത്രങ്ങളെ കണ്ടെത്തുകയും ഏഷ്യാറ്റിക് ജേണലിൽ ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് എഴുതുകയും ചെയ്തപ്പോഴാണ് ലോകം, എന്തിനു പറയുന്നു ഭാരതവും, ഖജുറാഹോയെ തേടിയെത്താൻ തുടങ്ങിയത്. ഏറ്റവും ശ്രദ്ധേയമായ പ്രതിഹാര ശൈലിയുള്ള വാസ്തുവിദ്യകളിലൊന്നായ ഖജുറാഹോ ഖണ്ഡാരിയ ടെമ്പിൾ.